5 വർഷം പോയത് 5 വർഷം പോയി 5 വർഷം പോയെങ്കിൽ നമ്മള് അതിലൂടെ നമ്മള് എന്താ പറയും ഹലോ നമസ്കാരം പറയൂ. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസം പ്രത്യേകം എന്താ ലിജി? അഞ്ചാമത്തെ ദിവസം നിൽക്കുക. അതുകൂടാതെ വലിയ പ്രത്യേകത വെച്ചാല് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. ലിജി അത് അറിഞ്ഞില്ല. ഞാൻ റീൽസും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ലിജി ഇപ്പൊ വാവ വിളിച്ചപ്പോഴറിയുന്നത് നാളെയാണെന്ന് കരുതിയില്ലേ? നാളെ ഞങ്ങളുടെ ദേവന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ 14 കരുതിയത്. നാളെ ഇന്ന് 14. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ലിജിയുടെ അടുത്ത് വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചത് വീഡിയോയിൽ പറയാൻ കരുതിയിട്ട് ഞാൻ പറയാതിരുന്ന കേട്ടോ. ലിജി ഇതുവരെ അറിഞ്ഞില്ല വാലന്റൈൻസ് ഡേ ആണെന്ന്. ഇപ്പോൾ വാവ വിളിച്ചിട്ട് ഫോൺ വെച്ചപ്പോഴാണ് അറിയുന്നത്. ഞാൻ സ്റ്റാറ്റസ് ഇട്ട കാര്യം അറിയുന്നത്. അത് കണ്ടതുപോലെ ലിജി കേട്ടോ. ഷോർട്സ് റീൽസും ഒക്കെ ഇട്ടിട്ട് അന്വേഷണം ലിജി അറിയുന്നത് കേട്ടോ. ഒരുപാട് പേര് ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് മെസ്സേജ് വിഷയമൊക്കെ ചെയ്ത് കേട്ടോ. നമുക്ക് അപ്പോൾ ആണ് വാലന്റൈൻസ് ഡേ ആയിട്ട് ലിജിക്ക് എല്ലാ പ്രാവശ്യവും ലിജി എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് തരുന്നതാണ്. ഈ പ്രാവശ്യം ഗിഫ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഈ പ്രാവശ്യം ലിജി ഒന്നും പ്ലാൻ ചെയ്തില്ല. പിന്നെ അത് കുഴപ്പമില്ല, പൈസ സെറ്റാവും. ഭയങ്കരമായ വണ്ടി കേട്ടോ. ഇവിടെ ട്രെയിനും വന്നു. പറയും. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യത്തെ നമ്മുടെ വാലന്റൈൻസ് ഗിഫ്റ്റ് ലിജി ഇവിടെ നമ്മൾ ഈ പ്രാവശ്യം എഴുന്നേറ്റ് നിന്നു. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് കേട്ടോ. സാധാരണ ലിജി ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ വാലറ്റ് അങ്ങനെ തരും. പറയും. അത് പറയട്ടോ ലിജി. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ലിജി ഇവിടെ എഴുന്നേറ്റ് നിന്ന വീഡിയോയിൽ ഒരുപാട് പേര് കണ്ടു കേട്ടോ. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വന്ന് കാണുകയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുക ലിജിയുടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് ഏകദേശം 4.5 വർഷത്തോളമായിട്ടോ നമ്മൾ യൂട്യൂബോ അതും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും നമ്മളിങ്ങനെ വീഡിയോ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടും ഒക്കെ ഒരു 4.5 വർഷത്തോളമായിട്ട്. അപ്പോൾ അന്ന് തൊട്ടേ നമ്മുടെയുള്ള ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ അതിന് ഒരുപാട് ശേഷം നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒന്നും അധികം ഇങ്ങനെ ആരും കാണാറില്ല. പിന്നെ ഞാൻ അധികം കണ്ടൻറ്റൊന്നും ഇടാറില്ല. സംഭവം വേറെ ഒന്നുമല്ല, എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാണിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെറിയ ഡിലേ വീഡിയോകൾ വരും. പിന്നെ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ലിജിക്കൊച്ച് വീട്ടിലിരുന്നാൽ തന്നെ അവൾക്ക് റൗണ്ട് അടിയാണ്. വടക്കയിൽ പോവും, അവിടെ പോവും, ഇവിടെ പോവും, കറങ്ങി വരും. കിഴക്കേ പോയില്ലേ വീട്ടിൽ കാണത്തില്ല. അപ്പം ഇടയ്ക്ക് ഇപ്പം കിഴക്കേ പോകുന്നില്ല, കൊച്ചില്ലാത്തോണ്ട് പോകണില്ല. വടക്കേലാ പോണേ. അവിടെ വലിയ കൊച്ചുണ്ട്, അച്ചാമ്മയുണ്ട്, അവിടെ പോയി. അതെ. അപ്പോൾ അച്ഛനുണ്ട്, അച്ഛൻ അകത്തോടെ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ലിജി കൂടെ ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ചില്ല, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തില്ല. 10:30 കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ലിജി കഴിച്ചു കഴിഞ്ഞാൽ ലിജിക്ക് നിൽക്കാൻ പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ഈ കഴിക്കാത്തതുകൊണ്ടാണ് ലിജിക്ക് ഒരു തളർച്ച പോലെ, സംസാരത്തിലൊരു തളർച്ച പോലെ ഫീൽ ചെയ്യുന്നില്ലേ? വണ്ണം കൂടുതൽ ലിജിക്ക് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് എഴുതാറുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വണ്ണത്തിൻ്റെ കാര്യമൊക്കെ അല്ലേ? വണ്ണം അധികം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തോന്നുന്നു കേട്ടോ. കാരണം എൻ്റെ നൈറ്റികളാണ് ഇപ്പോൾ കൂടുതൽ ഇടുന്നത്. അതെ, അത് തന്നെയല്ല, ലിജിക്ക് എണീറ്റ് നിൽക്കുമ്പോൾ ലിജിയുടെ ആ വണ്ണത്തിൻ്റെ അറിയാൻ പറ്റും. ഇരിക്കുമ്പോഴും ഒക്കെ വണ്ണം കൂടുതൽ തോന്നും. പിന്നെ വണ്ണം കുറയ്ക്കാന്ന് പറഞ്ഞാലേ ലിജിനെ ഇനി ചെത്തി ഷേപ്പ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ട് ലിജിയുടെ വണ്ണത്തിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. അതെ, ഡോക്ടർമാർ പറയുന്നത് തൈറോയിഡ് ആണെന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്യുന്നവർ പറയുന്നത് ഫുഡ് കുറയ്ക്കണമെന്നാണ്. അങ്ങനെയൊക്കെ ലിജി എന്താ കഴിക്കുന്ന പറഞ്ഞാൽ 2 പിടി ചോറാ കഴിക്കുന്നത്. അത് അവിയലോ തോരനോ ഉണ്ടെങ്കിൽ അത് മാത്രം കഴിക്കും. പിന്നെ രാവിലെ കഴിക്കുന്ന പറഞ്ഞാൽ 1 മുട്ട 1 ഗ്ലാസ് പാലും ഇതാണ് കഴിക്കുന്നത്. രാത്രിയിൽ ചോറായാലും എന്ത് സാധനമായാലും 1 പിടി, 1 ദോശയായ 1 എണ്ണം, ഇതിനപ്പുറത്തോട്ട് കഴിക്കത്തില്ല. പിന്നെ വൈകിട്ട് ഞങ്ങൾ ചായക്ക് എന്തെങ്കിലും ഒരു കടി മേടിക്കും. പിന്നെ അവൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആഹാരം എന്തോന്ന് കഴിച്ചാൽ ചിക്കൻ കറി കഴിക്കത്തില്ല, ബീഫ് കറി കഴിക്കത്തില്ല, അങ്ങനത്തെ കറികളൊന്നും കഴിക്കത്തില്ല. എന്തായാലും ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ
ഗ്രില്ല് ചെയ്ത സാധനമാണെങ്കിൽ കഴിക്കും. മീൻ കറിയും കഴിക്കത്തില്ല. കറി ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. എരിവൊക്കെ മീനാണെങ്കിൽ ഒരു കഷ്ണം. പഴയ കണക്ക് മീനൊന്നും അങ്ങനെ വേണ്ട. മീനായാലും ഇറച്ചിയാലും ഏതായാലും ഒരു കഷ്ണം മാത്രം മതി. മെയിൻ പരിപാടി വെച്ചാൽ പച്ചമോരില്ലേ, പച്ചമോറും ചോറും അതാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ മറ്റേ അൽഫാം മേടിക്കുമ്പോൾ അൽഫാം കഴിക്കും. അത് ഫുള്ള് കഴിക്കത്തില്ല, അതിൻ്റെ പകുതിയെ കഴിക്കത്തുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൾക്ക് പകുതി ചവയ്ക്കാൻ പറ്റത്തില്ല, കുറച്ച് സമയം എടുക്കുമല്ലോ ചവയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിക്കാത്തത്. അപ്പോൾ അല്ലാതെ ലിജി ഓവറായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട തടിയല്ല. ലിജിക്ക് തൈറോയിഡ് പ്രശ്നമുണ്ട്. തൈറോയിഡ് ആണെന്നാണ് ഒരുപാട് പേര് പറയുന്നത് കേട്ടോ. പക്ഷേ കാര്യമുണ്ട്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണത്തില്ലേ, ലിജി ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം വണ്ണം ഇല്ലാത്ത സമയമാണ് അന്ന് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം ഒരു 8-9 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് ഭക്ഷണം ഇല്ലാതെ ട്യൂബ് വഴി ഭക്ഷണം വെള്ളമല്ലേ കുടിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് അങ്ങ് ചുരുങ്ങും. അപ്പോൾ അന്ന് തടിയില്ലായിരുന്നു. അതിന് ഷേപ്പൊക്കെ ആയിരുന്നു. ഞാൻ ഈ അടുത്ത വെച്ച് എടുത്ത് നോക്കുമ്പോഴാണ് ഈ വണ്ണത്തെക്കുറിച്ച് പക്ഷെ നമ്മുടെ കൺട്രോളിലല്ല ഈ സാധനം. ഇപ്പോഴും ലിജിക്ക് അധികം വണ്ണമില്ല. കാരണം ഞാൻ ഉറപ്പിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എൻ്റെ നൈറ്റിയൊക്കെ പറക്കിയിട്ട് കേട്ടോ, എനിക്ക് പരിവുള്ള എൻ്റെ ഈ നൈറ്റിയൊക്കെ ലിജി ഇടും. അപ്പം ലിജിക്ക് അത് എൻ്റെ കറക്റ്റ് പാവമാണ് ലിജിക്ക്. അതിൽ വണ്ണം അഴിച്ചിടുകയോ ഒന്നും വേണ്ട കേട്ടോ. ഇവക്ക് പിന്നെ ഈ പൊക്കമില്ലാത്തതുകൊണ്ടാണ് കൂടുതലും. പിന്നെ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇരിക്കുമ്പോൾ സൈഡ് വയറൊക്കെ ബൾജായി വരും കേട്ടോ. എണീറ്റ് നടക്കുമ്പോഴേ അതൊക്കെ ഷേപ്പ് ആവത്തുള്ളൂ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് മെയ്ത്ര ഹോസ്പിറ്റലിൽ പോയി കേട്ടോ. ടോപ്പ് ഫിസിയോതെറാപ്പിയാണ് മെയ്ത്ര. ഇടയ്ക്കിടയ്ക്ക് മെയ്ത്ര എന്ന് പറയുമ്പോൾ ആരെങ്കിലും എനിക്ക് പരസ്യം പറയുന്നതാണ് നല്ല കേട്ടോ. നമ്മൾ ഫുൾ പേയ്മെൻറ്റ് 1 രൂപ പോലും കുറച്ച് കൊടുക്കാതെ തരാതെ അവർ പറഞ്ഞ ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഫിസിയോതെറാപ്പി 8 മാസം ചെയ്തത് കേട്ടോ. ഒരു മാസം ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് അടുത്ത് 60,000-70,000 രൂപയ്ക്ക് അടുത്ത് ഞങ്ങൾക്ക് അവിടെ ചിലവായിരുന്നു. ഹോസ്പിറ്റലിൽ തന്നെ ഒരു 40-45-50 രൂപയ്ക്ക് അടുത്ത് ചിലവുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ പുറത്ത് വാടക എല്ലാം കൂടെ കൂട്ടി 8 മാസത്തോളം ഞങ്ങൾ അവിടെ നിന്ന് അത്രയും പൈസ ചിലവാക്കി തന്നെ നമ്മൾ നിന്ന് കേട്ടോ. അതെ. അതല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെയ്ത്രയെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആരും വിചാരിക്കരുത്. നല്ല ഫിസിയോതെറാപ്പിയാണ്. നല്ല ഫിസിയോതെറാപ്പിയാണ്. അപ്പോൾ അവിടെയെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ചെന്ന് 8 മാസം അവിടെ നിന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും അവിടുത്തെ ഡോക്ടർമാരോ ഫിസിയോതെറാപ്പിസ്റ്റുകളോ ആരും പറഞ്ഞില്ല ലിജിക്ക് വണ്ണം ഉണ്ടെന്നോ വണ്ണം കുറക്കണമെന്നോ ആരും പറഞ്ഞില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായത് അല്ലേ. ഇതിന്റെ ഈ ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഞാനിത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാണ് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിന്റെ. കാരണം ഒരാൾ പോലും ലിജിയുടെ വണ്ണത്തെക്കുറിച്ച് പറഞ്ഞില്ല, വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, കുറയ്ക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇനി നാളത്തെ ഒരു വീഡിയോയിൽ നമുക്ക് വെയിറ്റ് ഒന്ന് എടുക്കുന്നത് കാണിക്കാം. നമ്മുടെ ലിജിയുടെ വെയിറ്റ് എടുക്കാൻ പാടാണ്. അല്ല, നമുക്കൊന്ന് പിടിച്ചു നിർത്തി. അല്ല, അവള് എവിടെ പിടിച്ച് നിന്നാൽ കറക്റ്റ് വെയിറ്റ് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ആ ഒരു ഗ്ലാസിന്റെ അല്ല, വെയിറ്റ് എടുക്കാൻ വേറെ സംഭവം ഉണ്ട്. അത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ചെയ്യാം, വെയിറ്റ് എടുക്കുന്നൊരു വീഡിയോ. അപ്പം അപ്പം തടി കുറയ്ക്കണമെന്ന് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. അപ്പം പറഞ്ഞവരെ നമ്മൾ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, ഇതിനകത്ത് സത്യാവസ്ഥ പറഞ്ഞ കേട്ടോ. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഏത് വീഡിയോയിലായാലും എനിക്ക് തടി കുറയ്ക്കണമെന്ന് പറയാറുണ്ട് ഒരുപാട് പേര് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമമാണ് തടി കുറയ്ക്കണം. കാരണം നമ്മൾ തടി കൂട്ടാൻ വേണ്ടി നമ്മളൊന്നും കഴിക്കുന്നില്ല. ലിജി പിന്നെന്താ ഓവറായിട്ട് ഫുഡ് കഴിക്കുകയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല. തടി കുറയ്ക്കാനായിട്ട് ഒരുപാട് പേര് ഓരോ ട്രിക്കുകളൊക്കെ പറയാറുണ്ട് കേട്ടോ. നട്ട്സ്, ബദാം, അതൊക്കെ അങ്ങനത്തെ സാധനം, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം, മറ്റേ കഴിക്കണം, ഇത് കഴിക്കണം, അത് കഴിക്കണം. അപ്പോൾ നമ്മൾ നോർമൽ ലൈഫിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലെന്താ രാവിലെ ചോറാണെങ്കിൽ നമ്മളെല്ലാവരും ചോറാണ് കഴിക്കുന്നത്. രാവിലെ അപ്പോൾ ദോശയാണ് എല്ലാവരും അതാണ് കഴിക്കുന്നത്. ഇനി പ്രത്യേകം ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ ഒരു വ്യവസ്ഥ രീതിയിലേക്ക് നമ്മൾ ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല കേട്ടോ. ഒരുപോലെ തന്നെ, ആർക്കും വ്യത്യാസമില്ല. പിന്നെ രാവിലെ ലിജിക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മുട്ടയും ഒരു പാലും, അതേ ഉള്ളൂ വ്യത്യാസമുള്ളത്. അത് മുട്ട ഞങ്ങളും കഴിക്കും, പാല് ഞങ്ങൾ ചായയും അതുപോലെ തന്നെ. ഞങ്ങളുടെ പാലിനകത്ത് ഞങ്ങൾ ചായ ഇട്ട് കുടിക്കും, ലിജി പാലായിട്ട് കുടിക്കുക. അത്രയും വ്യത്യാസം അതേ ഉള്ളൂ. അത്ര അല്ലാതെ ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്കത് അത്ര എന്താ പറയുക, നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. സത്യാവസ്ഥ ഇതാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരു ഡയറ്റിൻ്റെ പ്ലാനായിട്ടൊക്കെ 1 മാസമൊക്കെ നമ്മൾ കഷ്ടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതെ വരും. ചില സാഹചര്യങ്ങളുണ്ട് നമുക്ക് പറ്റാതെ വരും. അപ്പോൾ നമ്മളത് ഡ്രോപ്പായി പോകും. പിന്നെ നമുക്ക് പറ്റിയ കാര്യം. അതുകൊണ്ട് നമ്മൾ മെയ്ത്ര ഫിസിയോതെറാപ്പിസ്റ്റ് അവരാരും പറഞ്ഞില്ല. അവരെപ്പോഴും പറയുന്നത് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് വരണം, ഫിസിയോതെറാപ്പി കഴിക്കുമ്പോൾ നല്ല ആഹാരം കഴിച്ചിട്ട് വരണമെന്നാണ് പറയുന്നത്. കാരണം എനർജി വേണം. എനർജി ഉണ്ടെങ്കിലേ നമുക്ക് എക്സസൈസുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നേ പറയാറുള്ളൂ. അപ്പം നമുക്ക് മാത്രമേ അറിയാവൂ.
പിന്നെ വാരി കൊടുക്കുകയാണെങ്കിൽ ഒരു 4-5 പിടി കഴിക്കും, അത്രയേ ഉള്ളൂ. കാരണം ലിജി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്. രാത്രിയിലൊന്ന് വാരി കൊടുക്കും കേട്ടോ, ചില ദിവസങ്ങളിൽ ചോറാണെങ്കിൽ മാത്രം ഒന്ന് വാരി കൊടുക്കും, അതേ ഉള്ളൂ. അത് ഇവിടെ നിർബന്ധം പിടിച്ച് ആയിരിക്കും. കാരണം ഇവിടെ കൈ കഴുകണം, തണുപ്പ് പറ്റത്തില്ല, ചൂടുവെള്ളം വേണം, പിന്നെ അത് ഡ്രസ്സിൽ വീഴും. എല്ലാ ദിവസവും ഇല്ല. ചില ദിവസങ്ങളിൽ പിന്നെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെയാണ് വാരി കൊടുക്കണ്ട, അങ്ങനെയൊക്കെയാണ് കേട്ടോ. കപ്പ പോലത്തുള്ള സാധനങ്ങളൊക്കെയാണ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ വീഡിയോയിൽ നിന്ന് മിസ്സായി പോയി ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സൂചിപ്പിച്ചാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ലിജിയുടെ ഫുഡിൻ്റെ പ്രശ്നം, ഇതാണ് പറഞ്ഞത്. അപ്പോൾ 2-3 വീഡിയോകളിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ലിജിയുടെ വെയിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ നേരിട്ട് കാണുവാണെങ്കിൽ, നേരിട്ട് കണ്ടവർ ഇവിടെ വന്ന് കണ്ടവരൊക്കെ അങ്ങനെ പറഞ്ഞു, ലിജിക്ക് പറയുന്ന നമുക്ക് വെയിറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞവരാണ് കൂടുതൽ കേട്ടോ. പിന്നെ സ്വാഭാവികമായിട്ടും ലിജി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്തുള്ള വെയിറ്റ് അല്ല, ഇപ്പോൾ അതിൽ വെയിറ്റ് വെച്ചിട്ടുണ്ട്. അന്നെന്ന് വെച്ചാൽ ആഹാരം ട്യൂബിലൂടെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള, അപ്പം നോർമൽ ഹാർഡായിട്ടുള്ള സോളിഡ് ഫുഡ് എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ശരീരത്തിൽ ഗുണമുണ്ടാവും. അന്ന് ലിജിയുടെ ശരീരം അങ്ങനെ ഇരുന്നത് വാട്ടറായിരുന്നു ശരീരം, പിടിച്ചു കഴിഞ്ഞാൽ വെറും വെള്ളം പോലെ ഇരുന്ന് തലകളൊക്കെ തട്ടാലുണ്ട്, ഇങ്ങനെ പഞ്ഞി പോലെ ഞെങ്ങുമായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അനുസരിച്ച് മാറും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കാൻ പോവാണ്. അമ്മയുടെ കയ്യിൽ അത് കുഴപ്പമില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ പറഞ്ഞില്ല കേട്ടോ. രാവിലെ എന്താ സംഭവം എന്ന് വെച്ചാൽ ലിജി ഉണർന്ന് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് പറഞ്ഞു. ലിജി അറിഞ്ഞിട്ടില്ല, എനിക്ക് 100% ഉറപ്പായിരുന്നു വാലന്റൈൻസ് ഡേ ആണെന്ന് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് സർപ്രൈസായിട്ട് പറയാൻ കരുതിയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ലിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. നാളെ ഫെബ്രുവരി 15 ചേച്ചിയുടെ ബർത്ത്ഡേ. അപ്പോൾ 2 ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം ഉണ്ട്. അല്ല ഞാനെന്തോ വേറെന്തോ പറയാൻ വന്നത്, ലിജിക്ക് ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറവാട്ടോ. അപ്പോൾ ലിജി ഒരു ഡെക്സോറൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്, ബ്ലഡ് HB കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഫുഡിൻ്റെ പ്രശ്നം, ഈ ബ്ലഡ് കുറയുമ്പോൾ നമുക്ക് അനീമിയ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. അതായത് കറക്റ്റായിട്ട് ഫുഡ് ശരീരത്തിൽ കിട്ടാത്തതിൻ്റെ പ്രശ്നമാണല്ലോ അനീമിയ, പോഷകാഹാരങ്ങൾ കിട്ടാതെ വരുന്നത്. അപ്പം അയണിൻ്റെ ഡെഫിഷ്യൻസി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ആ ടാബ്ലറ്റും കഴിക്കുന്നുണ്ട്. അപ്പോൾ ലിജിക്ക് ഓവർ വെയിറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. ഇതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മളിങ്ങനെ ആ രീതിയിലൂടെ ലിജിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നില്ല കേട്ടോ. ലിജിക്ക് ഒന്നാമത്തെ കാര്യം ലിജി ഇരിക്കുകയാണ്, എക്സസൈസുകളൊന്നും എഴുതിയിട്ട് ചെയ്യാൻ പറ്റില്ല, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനോ അങ്ങനെ തടി കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനകത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ലിജിയുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ട് കുറേ കാലത്തിന് ശേഷം ലിജി സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് 2 സ്റ്റെപ്പൊക്കെ നടിയിട്ട് ഒരുപാട് പേര് നമ്മളെ എന്താ പറയുക മെസ്സേജിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് നമ്മൾ മിസ് ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ മിസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവരെല്ലാം നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വന്ന് ഈ ഒരു സമയത്ത് ലിജിയുടെ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ പണ്ടൊക്കെ ഞാനിങ്ങനെ ആലോചിക്കട്ടോ, ലിജി ഒരു ദിവസം എഴുന്നേറ്റ് നടന്നു വരുന്ന ദിവസം ഭയങ്കര ആഘോഷമൊക്കെ നടന്നു വരുന്ന ദിവസം ആഘോഷമൊക്കെ ആക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ പണ്ടിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, അതിൻ്റെ ഒരു നടപ്പുവശം മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ സിനിമയിലൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഹീറോ പോലെ പരീക്ഷ പോലെ. ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസം ചെറിയ ഇമ്പ്രൂവ്മെൻറ്റുകളായിട്ട് ഇങ്ങനെ വരുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതെ വരും ചില സമയങ്ങളിൽ ഇത്ര മാറ്റങ്ങളുണ്ടായെന്ന്. കാരണം എല്ലാ ദിവസവും റൂട്ടീനായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുസരിച്ച് ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെയാണ് ലിജി കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെ പെട്ടെന്ന് അങ്ങനെ എണീക്കുകയാണ് കേട്ടോ. ഞാൻ അത്രയും വരെ ലിജിയുടെ മുട്ടയിൽ ഇങ്ങനെ തള്ളിപ്പിടിച്ച് കൊടുക്കുമായിരുന്നു, ലിജിയുടെ മുട്ട് വളയായിരിക്കാൻ. പക്ഷേ ഞാനിവിടെ തള്ളിപ്പിടിക്കുന്നത് കാരണമായിരുന്നു ലിജിക്ക് എഴുന്നേക്കാൻ പറ്റാതെ വന്നത് അല്ലേ ലിജി? അതുകൊണ്ട് ഞാൻ ആ കൈ എടുത്തപ്പോൾ ലിജി പടക്കവും പറഞ്ഞ് എണീറ്റ് ഇല്ലേ, ഒരു ചെറിയ വീഴുന്ന പോലെ ഒരു ആക്സിഡൻറ്റ് പോലെയൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. എന്താ പറയുക, വീഴാൻ പോയതേ ഉള്ളൂ, വീണില്ല. അപ്പോൾ അതാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ഇനി ഇത് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വാലന്റൈൻസ് ഡേ കണ്ട് ഞങ്ങൾ ലിജിയുടെ ചിലവാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഫുള്ളിന്ന്. അതുകൊണ്ട് ലിജിക്ക് പണ്ട് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ മന്തി ഇഷ്ടമായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഈ മന്തി എന്ന് പറഞ്ഞ സാധനം ലിജിക്ക് ഇഷ്ടമല്ല കേട്ടോ, മന്തി കഴിക്കുന്നത് എന്താ അറിയത്തില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് മന്തി മേടിച്ചോണ്ടാണ്. പണ്ട് ലിജിക്ക് വാലന്റൈൻസ് ഡേക്ക് എനിക്കൊരു പേഴ്സൊക്കെ മേടിച്ചോണ്ടിരിക്കും കേട്ടോ, ഗിഫ്റ്റ്.
പുറത്ത് പോകുന്നുണ്ടോ? പുറത്ത് വരുന്നുണ്ടോന്ന് ലിജിയുടെ ചിലവാ ഫുള്ള്. വലിയ ലോട്ടറി അടിച്ചിട്ടുണ്ട് 500 രൂപ. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് മാജിച്ച് ഇന്നെടുക്കാൻ ലോട്ടറിക്കാരനെ കണ്ടില്ല. ആണോ? ഇല്ല, കഴിഞ്ഞ ദിവസം മാജിച്ചിട്ട് കടയിൽ പോയി എടുത്തേ 500 രൂപ അടിച്ച്. എന്തോ ഭാഗ്യം, എന്തോ വലിയ ഭാഗ്യം വരാനാ. ശരിയാ, ഭാഗ്യമുണ്ട്. ലിജി ചാടി എണീറ്റ് അത് തന്നെ വലിയ ഭാഗ്യമാണ്. അതെ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിൽക്കാൻ പോവാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് ലിജി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് ഒന്നുകൂടെ ഒന്ന് കാണിക്കുക ഈ വീഡിയോയിലല്ലേ. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വിശേഷങ്ങളൊക്കെ കാണിക്കാം. പുറത്ത് പോകണം, നമ്മുടെ ഗ്യാസ് സ്റ്റവ് റെഡിയാക്കണം അല്ലേ. ഗ്യാസ് സ്റ്റവ് റെഡിയാക്കാൻ കൊടുത്ത് നമുക്ക് കുണ്ട്ര വഴി നിന്ന് കറങ്ങാൻ വരാം. കുണ്ട്ര വഴി നിന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഏറ്റാലോ. ലോട്ടറി മാറുമ്പോൾ അത് ടിക്കറ്റ് എടുക്കണം. ബാക്കി 500 രൂപയ്ക്ക് എടുക്കണം. 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണം. 400 ഉണ്ട്. 500 അടിച്ചാൽ 500 കിട്ടും. വലിയ തുകയൊക്കെ കുറച്ച് പിടിക്കുന്നത്. നമുക്ക് 10,000 വരെയൊക്കെ അടിച്ചാലും ഒക്കെ 5,000 ഒക്കെ അടിച്ചാലും 5,000 തന്നെ കിട്ടും. 1 ലക്ഷം ഒക്കെ അടിച്ചാലാന്ന് തോന്നുന്നു ടാക്സ് ഒക്കെ പോകാൻ തോന്നുന്നു. ഇന്ന് ഒരെണ്ണം എടുക്കാം. അപ്പോൾ നമുക്ക് എണീറ്റാലോ ചി. ഒരുപാട് എടുക്കരുത്. ഒരുപാട് എടുത്ത് നമ്മുടെ പൈസ പോക്കാം. എൻ്റെ പൈസ കുറേ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഈ ലിജി ആശുപത്രി കിടക്കുമ്പോഴേ ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല. എനിക്ക് 2,000 ഒക്കെ വെച്ച് അടിച്ചിട്ടുണ്ട് ലോട്ടറി. 2,000 തന്നെ 3 തവണ അടിച്ച്. പിന്നെ കുറേ പൈസ കയ്യിൽ നിന്ന് പോയി ലോട്ടറി എടുത്തെടുത്ത്. അന്നേരം കൂടുതലെടുത്ത് ഞാൻ. അന്നേരം അങ്ങനെ പണി കിട്ടി. അത് ഞാൻ പണ്ട് സൊമാറ്റോ ഓടാനേ ഫുഡ് ഡെലിവറിയിൽ ഓടുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? അന്നേരം കയ്യിൽ കിട്ടുന്ന കാശിന് ലോട്ടറിയും എടുക്കും. ഈ കിട്ടുന്ന കാശല്ല, ഒരു 150 രൂപയ്ക്ക് എടുക്കും. 3 ലോട്ടറിയൊക്കെ എടുക്കും അന്ന്. പിന്നെ അത് 5 ആയി. അങ്ങനെയാണ് എൻ്റെ പൈസയൊക്കെ പോയി. ചിലർക്ക് സ്ഥിരമായിട്ട് അടിക്കുന്നവർക്ക് അടിക്കും. അവർക്ക് ഇങ്ങനെ ആഴ്ചയിൽ 2 അടിയൊക്കെ അടിക്കും. അതുപോലെ തെങ്ങൻ അപ്പോൾ നഷ്ടമാകും നികത്തോര്. അങ്ങനെയാണ് കാര്യങ്ങൾ. ആ പറ. ആ കൈ വേദനിക്കുന്നോ? തെന്നുന്നുണ്ടോ? നോക്കട്ടെ. ഇവിടെ തെന്നുന്നു. നമുക്കിത് മാറ്റാം. നമ്മൾ ഉടനെ ഇത് മാറ്റുവാണ് കേട്ടോ. നമ്മൾ ഈ സാധനം മാറ്റാൻ പോവാണ്. ഗ്രിപ്പില്ല. നമ്മളിത് മാറ്റി നമ്മൾ ഇരുമ്പിൻ്റെ ഇത് പണിയാൻ പോവാണ് കേട്ടോ. ഉടനെ പണിയും. ഉടനെ വെച്ചാൽ അടുത്ത ആഴ്ച അങ്ങനെ പണിയും. നിങ്ങൾ എണീറ്റാലോ. എണീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എക്സസൈസ് ചെയ്യണം, ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിടിക്കണ്ടല്ലോ. എണീക്കൂലേ? ചാടി എണീക്കൂലേ? അപ്പം എണീ. ഞാൻ പിടിക്കണ്ട. എന്നാ എണീക്കോ. റെഡി 1 2 3 കാല് കുത്തുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. കാല് കുത്തുന്നു, നടു വെക്കുന്നു, തറയെ ചവിട്ടുന്നു. അതാരാ? റോഡല്ലേ എൽജി. ആരെല്ലാം പോകുന്നത്? ആ പോട്ടെ. ആ വെരി ഗുഡ് ഗേൾ. കാല് വളയെ പിടിക്കും. പിടിക്കണോ? വേണ്ട, പിടിച്ചോ. വേണ്ട. അമ്മ അവിടെ നിന്നോ. ഫസ്റ്റ് ടൈം എന്തായാലും അവൾ എഴുന്നേറ്റ് അന്നേരം ഇരിക്കും. അയ്യോ, ബാലൻസ് കിട്ടിയില്ലേ? ഇരുന്നോ. ഇരിക്കണോ? വേണ്ട, ഇരിക്കണ്ട. ഈ മുട്ടുകാല് വളച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, ബാക്കിലോട്ടിരിക്കാം. അത് ഇടത്തെ കയ്യിൽ ബലം കൊടുക്ക്. ഇടത്തേക്ക് ആയിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു കമൻറ്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ നിർത്തിക്കല്ലെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അല്ലേ, അവിടെ ഫിസിയോതെറാപ്പിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര മിനിറ്റാണ് ലിജി നിർത്തുന്നത്? 1/2 മണിക്കൂറോളം ഇങ്ങനെ നിർത്തിക്കും. ഇങ്ങനെ ഇത് കണക്ക് പാരൽ ബാറെ പിടിച്ച് കാലേ തൂക്കിയിട്ടില്ല. ഇങ്ങനെ മേളിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ടാണ് നിർത്തുന്നത്. അത് മറിഞ്ഞ് താഴോട്ട് വരാതിരിക്കാൻ. പക്ഷെ അപ്പം അങ്ങനെ ഊർന്നു പോകുന്ന പ്രശ്നം ഇല്ല ലിജിക്കിപ്പം. അങ്ങനെ പെട്ടെന്ന് ഊർന്നു പോവില്ല.
കുഴപ്പമൊന്നുമില്ല. അതൊന്നുമില്ല, അതുകൊണ്ട് അതൊന്നും വേണ്ട അല്ലേ. ആ അവിടെ അരമണിക്കൂർ ഇങ്ങനെ ലിജിനെ സ്റ്റാൻഡിങ്ങിൽ തന്നെ നിർത്തും ഇങ്ങനെ. കാരണം വെച്ചാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കാലിൽ ഇറങ്ങി ചെല്ലണമെന്ന അതിനകത്തൊരു ശാസ്ത്രം അല്ലേ. എണീറ്റോ. എന്ത് കാര്യം? എന്നിട്ട് നിന്നിട്ട് പറയാം. അല്ല സംസാരിക്കാൻ കൂടെ ചെയ്യാതെ സംസാരിക്കാൻ പറ്റില്ല. അതെന്നാ ആശ്രയം ചെയ്യേണ്ടി വരും. എണീറ്റോ. എനിക്ക് അവിടുത്തെ ഒത്തിപ്പേരുണ്ടല്ലോ. അവിടെ ഒരുപാട് പേര് പിടിക്കാൻ വേണ്ടി ഉണ്ട്. പിന്നെ 8 പേരുണ്ട് ചുറ്റും. എണീക്ക്, എണീക്കടേ അങ്ങോട്ട്. കളി തമാശ കൊണ്ടിരിക്കുക. എനിക്ക് വിശക്കുന്ന ലിജി. ഈ വീഡിയോയിലെല്ലാം എപ്പോഴും ലിജി ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നില്ലേ എല്ലാ വീഡിയോയിലും. വിശക്കുന്ന ലിജി, എണീക്ക് ലിജി. കാരണം ഇവളെ ഫുഡ് കഴിക്കാതെ വിടും. ഇവള് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. എണീക്കടേ. റെഡി 1 2 3 സ്റ്റാർട്ട് പറയട്ടെ. അപ്പൊ കാല് ചവിട്ടി ഉറപ്പിച്ച് കാല് ചവിട്ടി ഉറപ്പിച്ച് മുമ്പോട്ട് കാല് വെക്ക്. കാല് പൊക്കി വെക്ക്. മുട്ട് പൊക്കി വെക്കടേ ലിജി. ഇവിടെ ശ്രദ്ധിക്കും, കാല് ശ്രദ്ധിക്കും. അത് തന്നെ ഉണ്ടാ. അവളതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തൊരു ഈച്ചനെ കണ്ട് അതിനെ നോക്കിയിരുന്ന്. ഉറുമ്പ് കല്ലോ. കല്ലൊക്കെ മാറ്റി കിട്ടോ. പാടേ ഇത് ഇച്ചിരി ഫ്രണ്ടിലോട്ടല്ലേ കാലിരിക്കുന്നത്. ഇച്ചിരി ബാക്കോട്ടൊക്കെ. സാറേ ചവിട്ടുക, ഇതിൽ പിടിക്കുക, നടു പൊക്കുക. ഓ വെരി ഗുഡ് ഗേൾ അല്ലേ മാ. ഫസ്റ്റ് ടൈം എഴുന്നേക്കുമ്പോൾ ഒരു ചെറിയ ഒരു തുടക്കം കിട്ടാത്തോണ്ടാ. ഇനി ജി എന്താ ചെയ്യണ്ടേ? ഇടത്തെ കാല് വലത്തെ കാല് ഒക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ പിടിച്ചോടമ്മ, ശരീരം പിടിച്ച് നിർത്തിക്കൊടു. സ്റ്റോപ്പ് ചെയ്തോട് ലിജി. നടു നേരെയാക്ക്, അതുകൊണ്ട് ആടുന്നത്. അല്ല അമ്മ, അത് അവളെ ബാലൻസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ആട്ടം വരുമ്പോഴേ അത് പിടിച്ച് നിർത്തി കൊടുക്കണം. ആട്ടം അവൾക്ക് പിടിച്ച് നിർത്താൻ പറ്റാണ്ട് വരും. ഈ സാധനം പൊങ്ങിയും താഴെയും ചെയ്യുന്നുണ്ട്. ഈ കെട്ടിയേക്കുന്ന മുള, അതിലാണ് ഈ ആട്ടം വരുന്നത് അല്ലേ. നമുക്ക് ഇന്ന് തന്നെ അത് അല്ലേ. അല്ല ഇന്ന് തന്നെ ആ കമ്പി മേടിച്ചോ, ശാലിനോട് വന്നിട്ട് ചെയ്തു തരാൻ പറയാം അല്ലേ. ശാലിനോട് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്തു തരുന്നത്. ഇതേ ഇവളിങ്ങനെ പിടിക്കാൻ പറ്റും. ഈ സാധനം മുള ഇങ്ങ് പൊങ്ങി വരും ഇവൾ ബലം കൊടുക്കുമ്പോൾ. അപ്പോൾ അവളുടെ ബാലൻസ് അങ്ങ് തെറ്റും. ഇരിക്കണോ അമ്മ പിടിച്ചേ അറ്റത്തിരിക്കുന്നു. അപ്പോൾ അതെ ലിജി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം ഒരു 2 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഇല്ല ലിജി. 2 വർഷം നമ്മൾ ആയുർവേദത്തിൽ ഇരിക്കുന്ന അവിടെ തൊട്ട് തന്നെ നമ്മൾ അവിടെ വെച്ചോട്ട് തന്നെ നമ്മൾ ആ ജനലെ പിടിച്ച് എണീക്കാൻ ശ്രമിക്കും. ഓർമ്മയുണ്ടോ? അവിടെ ആ മൂലയ്ക്ക്. പിന്നെ നമ്മൾ കോഴിക്കോട് പോയി മേത്ര ചെന്ന് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എണീക്കാൻ മേത്രയിൽ ഇങ്ങനെ ഇത് ചെയ്യിക്കുമായിരുന്നു, അവർ എണീപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതിൽ നിന്നാണ് ലിജിയുടെ ആ മൈൻഡ് അത് സെറ്റായിട്ട് വന്നല്ലേ. പിന്നെ അവിടെ വെച്ച് ഞാനിങ്ങനെ എണീപ്പിക്കുമായിരുന്നു ഫ്രണ്ടിൽ നമ്മുടെ അരഭിത്തിയിൽ ഇരുന്നിട്ട്. ഓർമ്മയുണ്ടോ? ഒരു 2 വർഷമായിട്ട് ലിജി ഇങ്ങനെ എണീക്കാൻ തനിയെ എവിടെയെങ്കിലും പിടിച്ച് എണീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ എണീക്കുമ്പോഴേ ഈ മുട്ട് എവിടെയെങ്കിലും തട്ടിച്ച് വെക്കും. ഈ ഭിത്തിയിൽ മുട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു പവറിലായിരുന്നു ലിജി എണീക്കുന്നത് അല്ലേ. ഇപ്പം അതല്ല. ഇപ്പം എന്താ വെച്ചാൽ ലിജിയുടെ നടുവൊക്കെ പൊക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ജേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു കാര്യം. നടക്കുക എന്നുള്ളത് അടുത്ത സ്റ്റെപ്പ്. നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പിൽ നടക്കാം പിടിച്ചുകൊണ്ട്. പക്ഷേ ഈ സ്വന്തമായിട്ട് എണീക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ആ ലിജി ആ ഒരു മൈൽ സ്റ്റോൺ, ആ ഒരു കടമ്പ ലിജി എന്തായാലും കടന്നു. അതാണ് ഏറ്റവും വലിയൊരു നമ്മുടെ ഈ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. എന്തോ നമ്മളായിട്ടൊരു ബെഞ്ച് ഉണ്ടാക്കി
അവിടെ ഇരുന്ന് ഇല്ലെങ്കിൽ ഇരുന്ന് ഇരുന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലിജിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അമ്മ വരാം വീഡിയോ എടുക്കാൻ. എനിക്ക് എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരെയും കാണിക്കണം, അതാണ് സംഭവം അല്ലേ? അതെന്താ? എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതെ ഉണ്ടാവുമല്ലോ. അവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ അല്ലേ? മോട്ടിവേഷൻ ആയിക്കോട്ടെ ലിജി. മുള ഊരി വരുന്നമ്മ. നമ്മുടെ മാനുഫാക്ചറിങ്ങിൽ ചെറിയ ഡിഫക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അമ്മ ഇവിടെ നിന്നോ, ഞാൻ ഇവിടെ നിന്നോളാം, ഞാനിവിടെ നിന്നോളാം, ഞാനിവിടെ നിന്നോളാം. ഈ എണീറ്റോ, എണീറ്റോ. എന്തെങ്കിലും ആട്ടം ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചെടുത്താം. ആട്ടം വരുമ്പോൾ ബാലൻസ് ചെയ്യിക്കാം. അപ്പം തറയെ ചവിട്ടി നടുവൊക്കെ ആദ്യം കുനിയ, ഇതൊക്കെ നമ്മുടെ അവിടുന്ന് പറഞ്ഞ ട്രിക്കുകളാണ് കേട്ടോ. എണീക്കുമ്പോൾ എങ്ങനെ വേണ്ടേ? ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് നടുവ് ബാക്കിലേക്ക് തള്ളി പിടിച്ച് എണീക്കണം. നമ്മളെ കൈ പിടിക്കാൻ നോക്കാനാണ്. നോക്കട്ടെ, ഇപ്പൊ നോക്കണ്ട. നോക്കട്ടെ ശ്രമിച്ചു നോക്കട്ടെ. പറ്റത്തില്ല, നോക്ക്, ട്രൈ ചെയ്ത്. മനുഷ്യന്റെ ആഗ്രഹമില്ലേ, അത് നിറവേറ്റി കൊടുക്കണം. അല്ല, കൈ പിടിക്കാതെ എഴുതാക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേക്കട്ടെ, അതൊരു നല്ല കാര്യമല്ലോ. അല്ല, ഇങ്ങോട്ട് പറയുമ്പോ പിന്നെ എനിക്ക് ആ നടുവത്തിൽ അങ്ങനെ അവിടെ പോയിന്റ് പിടിച്ചേക്കുന്നത്. ആ ഒരുപോലെ എനിക്ക് ക്ഷീണമായി ഫുഡ് കഴിക്കാത്തോണ്ട്. നമുക്ക് ഒരിടം എന്നിട്ട് ഭക്ഷണം കഴിക്കാം. എനിക്ക് തന്നെ വയ്യ, ക്ഷീണിക്കുന്നു. എണീറ്റില്ല ചൂടായില്ലേ, അതുകൊണ്ട് ആരോഗ്യമില്ല. അവള് നടക്കുന്ന നല്ല നിക്കുന്ന എങ്ങനെയാണ് ആര് കുടിച്ചിട്ട് ഇറങ്ങിയാ പോരായിരുന്നു. ആര് പൊട്ടേ കുടിച്ചു. അപ്പൊ എഴുന്നേറ്റ് സമയം കളയണ്ട, എഴുന്നേറ്റോ, സമയം പോകുന്നു. ചവിട്ട നടുവൊക്കുക, ഇടതുകാലി ചവിട്ടി വലതുകാല് പൊക്കി. ഫുൾ പവർ, ഫുൾ ഓൺ പവർ, ഫുൾ ഓൺ പവർ. വെരി ഗുഡ്. ഞാൻ മുഖം കൂടെ ഒന്ന് കാണിച്ചേ. ഇനി എന്താ ചെയ്യണ്ടേ? നടുവിനെ മുറുക്കെ പിടിക്കും. നടുവിനെ പിടിച്ചെടുത്ത് അവിടെ, നടുവിനെ അവിടെ പിടിച്ചെടുത്ത്, നടുവിനെ പിടിച്ചെടുത്ത് ആട്ടം ഇല്ലാതെ നിൽക്ക്. ആ സ്ട്രെയിറ്റ് നോക്ക്, നേരെ നോക്ക്, താഴോട്ട് നോക്കല്, മേളിൽ നോക്കല്. എന്താ കണ്ണൊക്കെ കറങ്ങി വരുന്നു? അതാ ആ അങ്ങനെയൊക്കെ. ഓക്കെ, എനിക്ക് സെറ്റായി. ഇനിയുള്ള ഒരു 30 days കറക്റ്റ് ഇങ്ങനെ എണീക്കില്ലേമാ, പിടിച്ച് എണീക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ പെർഫെക്ഷൻ ഉണ്ടാവും. കാല വെയിറ്റ് കറക്റ്റ് ഡെയിലി ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആവും എനിക്ക്. കാലുണ്ടോ? നേരെ നില്ല്, നേരെ നില്ല്. ആ ഇരിക്കണ്ടേ? നിക്കണോ? വെരി ഗുഡ് ഗേൾ, സൂപ്പർ ഗേൾ. മേലോട്ട് പോക്ക്, മേലോട്ട് പൊങ്ങ്. നടു തള്ളാതെ, നടു തള്ളാതെ, നെഞ്ച് വിരിച്ചിക്ക്, സ്ട്രെയിറ്റ് ആയിട്ടേക്ക്. ആ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം വലിയ അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ സമയത്തെയാണ് ബഹുമാനിച്ചത്. സമയത്തിനോട് മാത്രമേ നമ്മൾ സന്ധി ചെയ്തിട്ടുള്ളൂ. അത് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ലിജിനെ നോക്കിയ നമ്മുടെ ശ്രീത്രയിലെ സൈത്ത് ഡോക്ടറില്ലേ, സൈത്ത് ഡോക്ടർ എപ്പോഴും പറയായിരുന്നു നമ്മുടെ അടുത്തെ റിയാലിറ്റി പറയായിരുന്നു സാർ എപ്പോഴും. അതായത് എപ്പോഴും പറയാം, നിങ്ങളുടെ ഭാര്യയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് സാധാരണ ഒരു അസുഖമല്ല, ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ, അതായത് തലച്ചോറിൽ ബ്രെയിനാണല്ലോ നമ്മുടെ എല്ലാം. അപ്പോൾ ആ ബ്രെയിനിലാണ് നമുക്ക് അസുഖം ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതിന് എത്രത്തോളം സമയം എടുക്കും റിക്കവർ ആവാൻ എന്നുള്ളത്, പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലാണ് എന്ന് പറയായിരുന്നു കേട്ടോ. അതപ്പോൾ നമ്മുടെ മനസ്സിൽ
എൻ്റെ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ അച്ചീവ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, പറയുന്ന ആൾക്കാർ അത് ശരിയാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. നമ്മൾ ടൈമിനാണ് സമയം കൊടുക്കുക എനിക്ക് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടം വരെ 5 വർഷം പോയത് 5 വർഷം പോയി 5 വർഷം പോയെങ്കിൽ നമ്മൾ അതിലൂടെ നമ്മൾ എന്താ പറയുക, നമ്മൾ 5 വർഷം ജീവിച്ചല്ലേ. 5 വർഷം നമ്മൾ 5 വർഷം പോയ ലൈഫ് പോയെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ജീവിച്ചല്ലേ. നമ്മളെപ്പോഴും പറയുന്ന നമുക്ക് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതെല്ലാം മാറിയിട്ട് ജീവിക്കാമെന്ന് കരുതിയാൽ അതിനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. എന്താ പറയുക, 36,000 സബ്സ്ക്രൈബേഴ്സായി അല്ലേ? ഏറ്റെടുത്തു. എന്നാൽ കൂടപ്പുറപ്പാട്ട് രീതിയിൽ ഏറ്റെടുത്തു. അത് തന്നെ വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലേ? പിന്നല്ലാണ്ട് വിജി ആരാണ്? അല്ലെങ്കിൽ അതിപ്പോൾ ഏത് മനുഷ്യൻ്റെ അവസ്ഥ അത് തന്നെ അല്ലേ? അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അത് എന്താ വെച്ചാൽ നമ്മൾ പറയാന്ന് വെച്ചാൽ, അത് ഞാൻ എപ്പോഴും പറയാന്ന് വെച്ചാൽ, ഈ ഒരു അവസരത്തിൽ നിൽക്കുമ്പോഴേ എനിക്കത് പറഞ്ഞാൽ ഒരു ഓറായിട്ട് പറയല്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഞങ്ങൾ ബാക്കി പരിപാടികളെ ചെയ്യട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ പറയണം. പുണ്യത്തിൻ്റെ എനിക്കറിയത്തില്ല. അതെ, എനിക്ക് നല്ല അമ്മനെ കിട്ടി, അച്ഛനെ കിട്ടി. അതൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ? വേറെന്തോ പറയാൻ വന്നേ? വേറെന്തോയായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നേ. ഫുഡ് കഴിക്കുന്ന കാര്യമാണ്. വിശക്കുന്ന എനിക്ക്. അടുത്തത് എണീറ്റുവാ. അപ്പം ഞങ്ങൾ നമ്മുടെ ഒരു ഷോർട്സ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ പരിപാടി നടത്തുകയോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോഴത്തെ ഈ നിപ്പും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിലൊക്കെ ഉള്ളതെല്ലാം ഞങ്ങളിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാണ്. ഞങ്ങളൊരു റീൽസും കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഇന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? എണീറ്റാലോ?